പെങ്ങള് നാളെ പാർക്കാൻ വരുന്നുണ്ട്, ദ്വാരക്കണം ഉസ്താദേ. ഈ പെങ്ങള് പാർക്കാൻ വരുങ്ങളാരും കേട്ടിക്കണ? ഒന്നും മൂളി പടപ്പാളെ. ഈ വെക്കേഷൻ സമയത്ത് 10 ദിവസം പാർക്കാൻ വരിക എന്നെല്ലാം കേട്ടില്ലേ? പെങ്ങന്മാര് പേർക്ക് എത്ര മുസീബത്ത് വരല്ലട്ടാ, എത്ര മുസീബത്ത് വരല്ല. നഊദു ബില്ലാഹ്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ കുട്ടി എന്നോട് പറയാ, നാളെ എൻ്റെ പെങ്ങള് പാർക്കാൻ വരുന്നുണ്ട്. പാർക്കാൻ വരും നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞ ആ കുട്ടിയുടെ ഹിക്കായത്തെ ഞാൻ പറയാ. നാളെ എൻ്റെ പെങ്ങള് പാർക്കാൻ വരുന്നുണ്ട്, ഉസ്താദെ ദ്വാരക്കണം. ഞാനിത് എന്തിനാ പറയണ ഞങ്ങള്? നമ്മൾ കുറേ ദ്വാരക്കാനും ദ്വാരപ്പിക്കാനും നല്ല മക്ക പറയും, വീട്ടിലിട്ട് സമാധാനമില്ല. വിഷയം എങ്ങനെ സമാധാനം ഉണ്ടാകാൻ? എല്ലാം അങ്ങ് തുറന്നു പറയാല. അപ്പൊ ഈ കുട്ടി എന്നോട് പറയാ, നാളെ പെങ്ങള് പാർക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അജബായിട്ടേ, പെങ്ങള് പാർക്കാൻ വരുന്ന എന്തേ ദ്വാരപ്പിക്കലുണ്ട്? എനിക്ക് പെട്ടെന്ന് ഓടിയില്ല, അല്ല അങ്ങോട്ടേ ഓടിയില്ല, വല്ലാതെ അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കുട്ടീനോട് ചോദിച്ചു, മോനെ പെങ്ങള് പാർക്കാൻ വരുന്ന എന്തിനാ മോൻ ദ്വാരക്കാൻ പറഞ്ഞു വെച്ചു. അപ്പൊ കുട്ടി എന്നോട് പറയാ, ചെറുപ്പക്കാരനെ, കുട്ടിന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ചെറിയ അനുജന്റെ പ്രായം കൂടി ഇല്ല. അപ്പൊ കുട്ടി എന്നോട് പറയാ, ചെറുപ്പക്കാരൻ ഉസ്താദേ, എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഭാര്യ ജീവന്റെ ജീവനാണ്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ ഉമ്മ എപ്പോ നോക്കിയാലും മോളെ മോളെ എന്നല്ലാത്തൊരു വിളിക്കൂല. ഈ കുട്ടി പറയാ, എൻ്റെ ഭാര്യ അതെ ഉമ്മ എന്നും വിളിച്ചിട്ട് എൻ്റെ ഉമ്മാനെ അള്ളാഹു എനിക്ക് നൽകിയ ഒരു പെണ്ണെ, എൻ്റെ ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കുന്ന പെണ്ണായിരുന്നു. അങ്ങനെ റാഹത്തോടുകൂടെ ഉമ്മ വിളിക്കും മോളെ എന്ന്, എൻ്റെ ഭാര്യ ഉമ്മ എന്ന് വിളിച്ചങ്ങ് നടക്കും. അപ്പോഴാണ് കഴിഞ്ഞ കൊല്ലം വെക്കേഷൻ സമയത്ത് എൻ്റെ പെങ്ങള് എന്ന് പറഞ്ഞാലേ വാപ്പ മരിച്ചിട്ട് 3 പെങ്ങന്മാരെയും ഈ ചെറുപ്പക്കാരൻ, ഈ കുട്ടിയാണ് നമ്മൾ പച്ചയില് പറയാ, കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് 3 കെട്ടിച്ചു വിട്ടത് ഈ ആങ്ങളെ കുട്ടിയാണ്. ചില പെങ്ങന്മാർക്ക് ആങ്ങളെ തിരിയില്ല. ഇവിടെ തിരിയാതെ പോണ്ടാ, നിങ്ങൾ മുണ്ടണില്ല, അല്ലെങ്കിൽ ഉണ്ടല്ല. ചില പെങ്ങന്മാർക്ക് ആങ്ങളെ കുറിച്ച് തിരിയുന്നില്ല. അങ്ങനെ ഉമ്മാന്ന് വിളിക്കും എൻ്റെ ഭാര്യ, മോളെ നിന്റെ ഉമ്മയും വിളിക്കും. അങ്ങനെ ഇരിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം വെക്കേഷൻ സമയത്ത് 10 ദിവസം എൻ്റെ പെങ്ങള് പാർക്കാൻ വന്നു. അവള് വീട്ടിൽ കുറുമേന്നും പറഞ്ഞ് എൻ്റെ ഉമ്മാനും ഭാര്യനും 2 ആക്കി ഉസ്താദേ. അല്ലോ, ചില പെങ്ങന്മാരുണ്ടിട്ടാ, അവര് വന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് പോകുമ്പോ ആങ്ങളയുടെ ഭാര്യയെ താത്താന്ന് വിളിച്ചൊരു കരച്ചില് കാണാം. പൊയ്ക്കടി, ഞാനും കാക്കും വരട്ടാ, അടുത്ത ആഴ്ച വരും. ആ മൂത്തച്ചിയെ അടച്ചുകൂട്ടും, ഇക്കാൻ അടച്ചുകൂട്ടും. അങ്ങനത്തെ ഒരു 80% പെങ്ങന്മാർ, ഞാൻ അതല്ല കേട്ടോ, ഒരു 20% സഹോദരിമാരെ കുറിച്ച് ഞാൻ പറയാത് മാത്രം. നോക്ക് നിങ്ങള്. അപ്പോ അവള് കുറുമേ എന്നും പറഞ്ഞിട്ട്, നിങ്ങൾക്ക് വിഷയം മനസ്സിലായ? അവള് കുറുമേ എന്നും പറഞ്ഞ് എൻ്റെ ഉമ്മാനെ തെറ്റിച്ചു. ഞാൻ ഒരു നാട്ടു ജോലിക്കാരനാണ് ഉസ്താദെ, നാടൻ കൊത്തുന്നൊരു ജോലിയാ. അപ്പൊ ഞാൻ വൈകുന്നേരം 5 മണിക്ക് ശേഷം ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ സാധാരണ മോളെ ഉമ്മാന്ന് വിളിക്കുന്ന ആ വിളി ഞാൻ കേട്ടില്ല. അപ്പൊ ഉമ്മ മിണ്ടണില്ല. എന്നെ കണ്ട എൻ്റെ ഉമ്മ മോളെ എന്ന് വിളിക്കുക, എൻ്റെ ഭാര്യയെ. ഇന്ന് മിണ്ടിയതൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ വീട്ടിൽ കയറി ചെന്നപ്പോ എൻ്റെ ഉമ്മ മിണ്ടുന്നില്ല എന്ന് കണ്ടു. എന്താണ് ഉമ്മ ചോദിച്ചപ്പോ എൻ്റെ ഉമ്മ പറഞ്ഞു, എടാ, മൈക്കിലൂടെ പറയാൻ പറ്റുമോ? ആ ഉമ്മ പറഞ്ഞ വാക്ക് ഒന്ന് പറയാം. ആ വിത്ത് വീട്ടിൽ വന്നത് മുതൽ, ആ വിത്ത് നമ്മുടെ പറമ്പിൽ കാല് കുത്തിയത് മുതൽ നമ്മളെ കുടുംബം നശിച്ചു, വീടും നശിച്ചു. ആരെ കുറിച്ചപ്പോ ഈ പറയണ്? ഈ സ്വന്തം മരുവളെ കുറിച്ച്. എൻ്റെ പ്രായം ചെന്ന ഉമ്മമാരോട്, അല്ലയോ ഉമ്മമാരെ, നമ്മുടെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടി നമ്മുടെ സ്വന്തം മോളാണ്. ഉമ്മമാരെ, മരുമക്കളെ കണ്ണീര് കുടിപ്പിക്കരുത്. ഉമ്മയാണെന്ന് നെളിഞ്ഞു നടന്ന് മരുമക്കളെ കണ്ണീര് കുടിപ്പിക്കരുത്. ഞാൻ എൻ്റെ പ്രായം ചെന്ന ഉമ്മമാരോടും, ഇവിടെ അമ്മായിപ്പോരുണ്ടാ, എന്നൊരു 10 നീട്ടിയൊക്കെ അത് പറയായിരുന്നു. നിങ്ങൾ മുണ്ടലി കണ്ണട വെച്ചാൽ ഒന്നും മുണ്ടണില്ലല്ല. അമ്മായിപ്പോരുണ്ടെങ്കിൽ ഒരു 10 ഞാൻ പറയേണ്ടതാണ്. എല്ലാ മക്കളെ കെട്ടിയാൽ അറിയടോ, കല്യാണം കഴിച്ചറിയാം മുസീബത്ത് മോനെ. ഞാൻ പറയുന്നത്, ഈ കുട്ടിയോട് പറയാ, ആ വിത്ത് വന്നത് മുതല് നമ്മുടെ വീട് ഖറാബായി. ഈ കുട്ടി പറഞ്ഞു, ഉസ്താദേ, എല്ലാം കഴിഞ്ഞു, സന്തോഷമൊക്കെ പോയി, എല്ലാം പോയി, ഒരു റാഹത്തുള്ള ജീവിതം ഒക്കെ പോയി.
പിന്നെ ഉമ്മ പറഞ്ഞു, എടാ ഒന്നുകിൽ അവള് അല്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി താമസിച്ചോളാം, അവൾ എൻ്റെ പറമ്പിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂല. ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. അവസാനം എൻ്റെ ഉമ്മ പോകാന്ന് കണ്ടപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഇറങ്ങിപ്പോണം എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ പെണ്ണ് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഒരു പാവാണ്, ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്. ഈ 2 ചോരപ്പൈതലുകളുടെ കൈ പിടിച്ചിട്ട് ഈ പെണ്ണ് ഉമ്മാൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, ഉമ്മ ഞാനും കുട്ടികളും പോവുകയാണ്, പോടി എൻ്റെ വീട്ടിൽ നിന്ന്. ഉമ്മ 4 എടി പൊടി വിളിച്ചിട്ട് ഇറക്കിയെന്ന്. ഈ കുട്ടി ചെറുപ്പക്കാരനോട് പറയാ, ഉസ്താദേ ആ 2 കുട്ടികളുടെ കയ്യും പിടിച്ച് അവളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എൻ്റെ മനസ്സ്, അത് സ്വാഭാവികമാണ്, എന്ത് ചെയ്യും മക്കള്? ഈ ആൺകുട്ടികൾ എന്താ ചെയ്യുക? അവർ കല്യാണം കഴിച്ചു, ഇവരെ കൈയൊഴിക്കാൻ പറ്റുമോ? ഉമ്മാനെ കൈയൊഴിക്കാൻ പറ്റുമോ? എന്താണ് ഈ പാവങ്ങളുടെ വേദന? ആരോട് പറയും? എത്ര ചെറുപ്പക്കാരുടെ മനസ്സാണ് തൊലഞ്ഞു നടക്കുന്നത്, നശിച്ചു നടക്കുന്നത്. ആരെന്ത് പറയും? ഈ പാവങ്ങൾ ആരോട് കൈ നീട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അങ്ങനെ ഈ പാവം പോയി 2-3 മാസം കഴിഞ്ഞപ്പോ ഈ തള്ളാരത്ര ഉള്ളൂട്ടാ, തള്ളാരതൊക്കെ തീരും. 2-3 മാസം കഴിഞ്ഞപ്പോ ഈ ഉമ്മ ചോദിച്ചത്രടാ, ആ പെണ്ണ് ജീവൻ പോയാ? ഒക്കെ പറ മനസ്സിലാണ്ട, ആ പെണ്ണ് ജീവൻ പോയാ? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉമ്മ ഇപ്പോഴല്ലേ അവള് മോശമായി തോന്നിയത്, നിങ്ങൾ ബാത്റൂമിൽ വീണിട്ട് അങ്ങനെ സംഭവം എന്നോട് പറഞ്ഞു. 5-6 മാസം നിങ്ങൾ കിടന്നപ്പോ നിങ്ങളെ പെൺകുട്ടികളൊന്നല്ല, അവളല്ലേ നിങ്ങൾ ഏറ്റി നടന്നിരുന്നത്. എന്നിട്ട് ഈ കുട്ടി എന്നോട് പറയും, ഉസ്താദേ എൻ്റെ ഉമ്മ ബാത്റൂമിൽ വീണപ്പോ എൻ്റെ ഉമ്മ വീണ സമയം 4-5 മാസത്തോളം എൻ്റെ ഉമ്മാനെ ഏറ്റി നടന്നിരുന്നത് എൻ്റെ ഭാര്യയായിരുന്നു. ഒരു ദിവസം ഞാൻ കിടക്കുന്ന റൂമിൽ എഴുന്നേറ്റപ്പോ ഭാര്യനെ കണ്ടില്ല. ഞാൻ അവളെ വിളിച്ച് അടുക്കളയിൽ ചെന്ന് നോക്കി, ബാത്റൂമിൽ ഒന്നുമില്ല. അവസാനം എൻ്റെ ഉമ്മ കിടക്കുന്ന ആ റൂമെന്നിങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ എൻ്റെ ഉമ്മാന്റെ പരിസരത്ത് ചുരുണ്ട് കിടക്കുന്നുണ്ട് എൻ്റെ ഭാര്യ. ഞാൻ അവളെ ഇതെന്നോട് പറഞ്ഞാണ് ആ ചെറുപ്പക്കാരൻ. ഞാൻ അവളെ മെല്ലെ തട്ടി നോക്കിയപ്പോ അവള് കണ്ണു തുറന്നിട്ട് പറഞ്ഞു, പോയി കിടന്നോളി, ഉമ്മാനെ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ, ഉമ്മാനെ ബാത്റൂമിൽ നിന്ന് കൊണ്ടുപോകണം ഞാനല്ലേ ഉള്ളൂ. ഉസ്താദേ എൻ്റെ മനസ്സിലൊരു സന്തോഷം, അല്ലാഹു തആല ഇങ്ങനത്തെ ഒരു പെൺകുട്ടി എനിക്ക് നൽകിയല്ലോ, അൽഹംദുലില്ലാഹ്. ഈ കുട്ടി എന്നോട് പറയാൻ റൂമിൽ ചെന്ന് കിടന്നു. പിന്നെ പെട്ടെന്നൊരു ഒച്ചപ്പാടും ബഹളും. ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോ എൻ്റെ ഉമ്മ നല്ല തടിയുള്ള ഉമ്മയാണ്. എൻ്റെ ഉമ്മാനെ ഭാര്യ തോളിലേറ്റിയിട്ട് ആശുപത്രിയിലേക്ക് അല്ല ബാത്റൂമിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അത് മാത്രല്ല ഉസ്താദേ, ഞാൻ കണ്ടൊരു കാഴ്ച, എൻ്റെ ഉമ്മ ഇങ്ങനെ മൂത്രമൊഴിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ മാറിടത്തിലൂടെ മൂത്രം ഇങ്ങനെ ഒഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഈ വിഷയം എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങളെങ്ങനെ ഏറ്റി നടക്കുമ്പോ നിങ്ങൾ ആ പെണ്ണിന്റെ മാറിടത്തിൽ മൂത്രം ഒഴിച്ചിരുന്നില്ലേ, ഇപ്പോഴല്ലേ അവൾ നിങ്ങൾക്ക് മോശമായത്. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ കുട്ടി പാവാടാ, അവളെ കൊണ്ടുപാടാ. ഈ കുട്ടിച്ചക്കം ചെറുപ്പക്കല്ലമ്മ, ഞാൻ ഈ പരീക്ക് കൊണ്ടുവരൂല, ഞാൻ കൊണ്ടുവരൂലമ്മ. ഈ ഉമ്മ മകന്റെ കീശയിൽ നിന്ന് കാശ്, ഓട്ടോറിക്ഷയിലേക്കുള്ള കാശ് എടുത്തിട്ട് ഓട്ടോ വിളിച്ചു പോയി ആ പെൺകുട്ടിയെയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നു. ഇപ്പൊ പഴയ ശൈലി കുട്ടി എന്നോട് പറയാ, ഉസ്താദെ ഇപ്പൊ വീട്ടിൽ ചെന്ന ആ പഴയ ശൈലി ഉണ്ടല്ലോ, മോളെ മോളെ ഉമ്മ എന്നുള്ള വിളി, ആ വിളിയാണ് ഉസ്താദെ. ഇപ്പൊ നല്ല റാഹത്തിലാ. അപ്പോഴേക്ക് നാളെ അവള് പാർക്കാൻ വരുന്നുണ്ട് ഉസ്താദെ, ദ്വാർക്കണം. നിങ്ങൾക്ക് പറഞ്ഞു ഈ കണ്ണടക്കപ്പളാ തിരിഞ്ഞേ, ആ പെങ്ങള് പാർക്കാൻ വരുന്നുണ്ട് ദ്വാർക്കണ. ഞാൻ പറഞ്ഞു മനസ്സിലായ ബീബി, ഈ പെങ്ങന്മാര് പാർക്കാൻ വരും ഇവിടെ ഉണ്ടാ ഇരിക്കണോ കണ്ടെങ്കിൽ പൂച്ചക്കുട്ടികളെ പോലെ. അല്ലോ സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഏറ്റവും തന്ത്രമുള്ള ജീവികള് ഒന്ന് കുറുക്കനാണല്ലേ, മറ്റൊന്ന് നമ്മളെ പാങ്ങിലെ സ്ത്രീകളല്ലാത്ത സ്ത്രീകൾ. അങ്ങനെ പറയാ, പാങ്ങര ഉമ്മമാരൊക്കെ പാവങ്ങളാണ്. അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ഏതാനാവട്ടെ, ഞാൻ പറയുന്നു, ഒന്ന് ഈ പെങ്ങന്മാര് പാർക്കാൻ വരുമ്പോഴുണ്ടാകുന്ന ഇമ്മാക്കഥ വൈമ്മാക്കഥ. മകളെ കല്യാണം കഴിക്കുമ്പോ നല്ല ശ്രദ്ധിച്ചോട്ടാ, പെങ്ങള് വല്ല ഫിത്തി